മലപ്പുറം തിരൂരിൽ ട്രെയിനിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം. അസം ദിബ്രുദാം സ്വദേശി പങ്കജ് ദോളായി അറസ്റ്റിൽ. യുവതിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ശുചിമുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാനായിരുന്നു ശ്രമം. പിടികൂടാനുള്ള ശ്രമത്തിനിടെ പ്രതിയുടെ അടിയേറ്റ് RPF ASI ശശിയുടെ തലയ്ക്ക് പരിക്കേറ്റു. കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസിലായിരുന്നു സംഭവം. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലാണ്. യുവതിയെ ആക്രമിക്കുന്നു, അതോടൊപ്പം വലിച്ചിഴച്ച് ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനെല്ലാം പുറമെ അവിടെ അധികൃതർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു RPF ഉദ്യോഗസ്ഥന് വരെ ആക്രമണം ഏറ്റിട്ടുണ്ട്. ഇന്നലെയാണ് തിരുവനന്തപുരം മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് ട്രെയിനിൽ ഈ സംഭവം ഉണ്ടാവുന്നത്. ശുചിമുറിയിലേക്ക് യുവതിയെ കീഴ്പ്പെടുത്തി വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. അത് സഹയാത്രികരാണ് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്യുന്നത്. ഈ യുവതി പോലീസിൽ ഇതുവരെയും പരാതിപ്പെട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയുണ്ട്. തുടർന്ന് ഈ പോലീസ് എത്തി, ഈ RPFന്റെ ASI ആണ്, ASI ശശി ആ സ്ഥലത്തെ അവിടെ എത്തി ഈ പ്രതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ പ്രതിയുടെ ആക്രമണത്തിൽ ഈ ASIക്കും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ കൈക്ക് കടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യുവാവ്, ഈ ആസാം സ്വദേശിയായ യുവാവ് ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. പക്ഷേ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ യുവതി ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതും പോലീസിന് ഈ കേസ് അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് അതൊരു തടസ്സവുമായിട്ടുണ്ട്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ തിരൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും വേറെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഒരു ട്രെയിൻ യാത്രക്കിടെയാണ് ഒരു യുവതിക്കെതിരെ ഇത്തരത്തിലൊരു വലിയ തോതിലൊരു പീഡനം. അതായത് ട്രെയിനിനുള്ളിൽ തന്നെ ഈ യുവതിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു, ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ട സഹയാത്രികർ തന്നെയാണ് പിന്നീട് അത് പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ, ഈ ആസാം സ്വദേശി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ഷാലി.